സാധ്യമാകുന്നത് LDF-നെ സംബന്ധിച്ച്? യെസ്, NDA ഇപ്പോഴും രണ്ടിടത്ത് മുന്നിട്ട് നിൽക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ ഇപ്പോഴും നില മെച്ചപ്പെടുത്തുന്നു. ഇടയ്ക്ക് അവിടെ മെജോറിറ്റി കുറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും ഓരോ റൗണ്ടുകൾ എണ്ണിത്തീരുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ തന്നെയാണ് നേമത്ത് മുന്നിൽ എന്നതാണ് എടുത്തു പറയേണ്ടത്. ചാത്തന്നൂരിലാണ് മാറിമറിയുന്നത്. ഇപ്പോൾ ഗോപകുമാർ വീണ്ടും 1486 വോട്ടുകൾക്ക് മുന്നിൽ നിൽക്കുന്നു എന്നതാണ്. അങ്ങനെ BJP അല്ലെങ്കിൽ NDA ഇപ്പോഴും രണ്ടിടത്ത് മുന്നേറ്റം നടത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം. ഒരുപക്ഷെ വോട്ടെണ്ണൽ പൂർത്തിയാകുമ്പോൾ ഇതാ പിറവം മണ്ഡലത്തിൽ അനൂപ് ജേക്കബ് വിജയിച്ചിരിക്കുന്നു എന്നതാണ്. UDF-ന്റെ ഭാഗമായിട്ടുള്ള അനൂപ് ജേക്കബ് ഒരിക്കൽ കൂടി വിജയക്കൊടി പാറിക്കുന്നു. നേരത്തെ TN ജേക്കബിന്റെ മകനായ അനൂപ് ജേക്കബ് TN ജേക്കബിന്റെ മരണത്തെ തുടർന്നായിരുന്നു രാഷ്ട്രീയ പ്രവേശനം നടത്തിയത്. അതിനുശേഷം ജയിക്കുക മാത്രം, അതായത് തോൽവി അറിയാതെ മുന്നേറുന്ന യുവ നേതാവ് കൂടിയാണ് അനൂപ് ജേക്കബ്. ഇത്തവണ കേരള കോൺഗ്രസിന്റെ ശക്തനായ സ്ഥാനാർത്ഥി, പിറവത്തിന്റെ മുൻ നഗരസഭാ അധ്യക്ഷനെ അടക്കം ആയിരുന്നു മത്സര രംഗത്ത് ഇറക്കുകയും ചെയ്തത്. അവിടെ അനൂപ് ജേക്കബിന് ഒരിക്കൽ കൂടി വിജയക്കൊടി പാറിക്കാൻ സാധിക്കുന്നു. സാബു ജേക്കബ് എന്ന എതിരാളിയെ, കേരള കോൺഗ്രസ് എമ്മിന്റെ നേരത്തെ കോൺഗ്രസിന്റെ തന്നെ ഭാഗമായിരുന്ന സാബു ജേക്കബ് പിന്നീട് കേരള കോൺഗ്രസിന്റെ ഭാഗമാവുകയായിരുന്നു. പിറവം നഗരസഭയുടെ അധ്യക്ഷനായിരുന്നത് കോൺഗ്രസ് ടിക്കറ്റിലായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് കേരള കോൺഗ്രസിലേക്ക് പോയത്. അങ്ങനെ കേരള കോൺഗ്രസുകൾ ഏറ്റുമുട്ടിയ പിറവത്ത് അനൂപ് ജേക്കബ് വിജയക്കൊടി പാറിച്ചിരിക്കുകയാണ്. കുണ്ടറയിൽ PC വിശ്വനാഥ് തന്നെയാണ് മുന്നിട്ട് നിൽക്കുകയും ചെയ്യുന്നത്. അങ്ങനെ യുവാക്കളുടെ ഒരു വലിയ നിര വിജയിച്ചു കയറുന്നു എന്നതാണ് തിരുവനന്തപുരത്ത്. പക്ഷേ ഇപ്പോൾ CP ജോൺ തന്നെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. കരമന ജയൻ രണ്ടാം സ്ഥാനത്തേക്ക് പോയിരിക്കുന്നു. ഇപ്പോൾ ഇതാ അപ്പു ജോൺ ജോസഫ് ഏതാണ്ട് 40,000 വോട്ടുകൾക്ക് വിജയിക്കുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതേസമയം ചാണ്ടി ഉമ്മന്റെ ലീഡാകട്ടെ 52,000 മറികടക്കുന്നു എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. ഉടുമ്പൻചോലയിൽ അഡ്വക്കേറ്റ് സേനാപതി വേണു വിജയിച്ചിരിക്കുന്നു. വലിയ ഭൂരിപക്ഷത്തോടു കൂടിയാണ് ഉടുമ്പൻചോല ഇപ്പോൾ ഇതാ കോൺഗ്രസ് തിരിച്ചുപിടിക്കുന്നത് എന്നതാണ്. പീരുമേട് സിറിയക് തോമസ് ആണ് ഇപ്പോൾ മുന്നിൽ നിൽക്കുന്നത്. 25,000-ലധികം വോട്ടിന്റെ മേൽക്കൈയാണ് ഉള്ളത്. നേരത്തെ തന്നെ രമേശ് ചെന്നിത്തല, അതായത് വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചപ്പോൾ ആദ്യത്തെ വിജയ പ്രഖ്യാപനമുണ്ടായത് ഹരിപ്പാട് രമേശ് ചെന്നിത്തലയുടെ വിജയമായിരുന്നു. നിരവധി വിജയങ്ങൾ ഔദ്യോഗികമായി ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. തൊടുപുഴയിൽ അപ്പു ജോൺ ജോസഫ് വിജയിച്ചു കയറുന്നു. ഇപ്പോൾ ചാത്തന്നൂരിൽ ഗോപകുമാർ മുന്നിട്ട് നിൽക്കുന്നു എന്നതാണ് എടുത്തു പറയേണ്ടത്. കാസർഗോഡ് കല്ലട്ര മഹീൻ ഹാജിയാണ് വിജയിച്ചത്. മാണി സി കാപ്പൻ 2674 വോട്ടുകൾക്കാണ് ഇപ്പോൾ പാലായിൽ മുന്നിട്ട് നിൽക്കുന്നത്. പക്ഷേ അവസാന റൗണ്ടിലേക്ക് എത്തുമ്പോൾ അതിൽ ഒരു പക്ഷേ ഈ കണക്കുകൾ മാറിമറിയാമെന്നതാണ്. കല്യാശ്ശേരിയിലെ വിജിന്റെ ജയം വലിയ ആശ്വാസമാണ് UDF-ന്. രമേശ് ചെന്നിത്തല 23,377 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ആണ് ഇപ്പോൾ വിജയിച്ചു നിൽക്കുന്നത്. നിലവിൽ 52,000-ലധികം വോട്ടുകൾ ഭൂരിപക്ഷമുള്ള ചാണ്ടി ഉമ്മൻ തന്നെയാണ് ഭൂരിപക്ഷത്തിന്റെ പട്ടികയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത്. ഒപ്പം മഞ്ചേശ്വരത്ത് വലിയ തോതിൽ വോട്ട് നേടാൻ AKM അഷ്റഫിന് സാധിച്ചു എന്നതാണ്. കഴിഞ്ഞ 2 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും BJP ഇഞ്ചോടിഞ്ച് പോരാട്ടം നയിച്ചതാണ് എങ്കിൽ ഇത്തവണ BJPക്ക് കനത്ത പോരാട്ടം നടത്താൻ സാധിച്ചില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഫലങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ടീം UDF-ന്റെ ജയം എന്നതാണ് UDF നേതാക്കൾ പറയുന്നത്. കോൺഗ്രസിന്റെ നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോൾ, ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഒക്കെ ഇത് ടീം UDF-ന്റെ ജയം എന്ന് പറഞ്ഞു. ഇപ്പോൾ ലീഗ് ഏറ്റവും വലിയ സ്ട്രൈക്ക് റേറ്റുമായി ഒന്നാമത് നിൽക്കുകയാണ്. കോൺഗ്രസ് അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും ജയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ RSP നമുക്കറിയാം, കഴിഞ്ഞ പ്രാതിനിധ്യം പോലും ഇല്ലാതിരുന്ന RSP 3 പ്രധാനപ്പെട്ട സീറ്റുകളിൽ ജയിച്ചിരിക്കുന്നു. ചവറയിലും കുന്നത്തൂരും ഇരവിപുരത്തും വിജയം ഉറപ്പിച്ചിരിക്കുന്നു RSP എന്ന നിലയിൽ വരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട ഘടകകക്ഷികളും അവരുടെ റോൾ വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ എന്നതാണ്. എറണാകുളത്ത് DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ തോളിലേറ്റി പ്രവർത്തകർ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. മുഹമ്മദ് ഷിയാസ്, അതായത് ഔദ്യോഗികമായി പ്രഖ്യാപനം വന്നിട്ടില്ല എന്ന് തോന്നുന്നു, പക്ഷേ മുഹമ്മദ് ഷിയാസ് വിജയിക്കുന്നു. ഇനിയിപ്പോൾ എത്ര റൗണ്ടുകൾ ബാക്കിയുണ്ടെങ്കിൽ പോലും ഷിയാസിനെ മറികടക്കാൻ രാഷ്ട്രീയ എതിരാളികൾക്ക് സാധിക്കില്ല എന്നതാണ് പശ്ചാത്തലം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഷിയാസിന് വിജയഭേരി മുഴക്കുകയാണ് പ്രവർത്തകർ. അമ്പലപ്പുഴയിൽ G സുധാകരന്റെ ലീഡ് 17,000 മറികടക്കുന്നു എന്നതാണ്. എച്ച് സലാം 17,000-ലധികം വോട്ടുകൾക്ക് ഇപ്പോൾ പിന്നിൽ നിൽക്കുന്നു. 11,376 വോട്ടിലേക്ക് എത്തിയിരിക്കുന്നു. ഇടയ്ക്കൊന്ന് പിന്നിൽ പോയെങ്കിലും VD സതീശൻ ലീഡ് ഉയർത്തുന്നു. 11,376 VD സതീശന്റെ ലീഡ് ഉയർത്തിയിരിക്കുന്നു. ഒറ്റപ്പാലത്ത് പ്രേംകുമാർ വിജയം ഉറപ്പിച്ചിരിക്കുന്നു, വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഒറ്റപ്പാലത്ത് പ്രേംകുമാറിന്റെ വിജയം പ്രഖ്യാപിച്ചിരിക്കുന്നു. 14 റൗണ്ടും എണ്ണി തീർന്നപ്പോൾ പ്രേംകുമാർ വിജയിച്ചിരിക്കുന്നു. ഈ രാഷ്ട്രീയം സാധ്യതകളുടെ കലയാണ്, നമ്മളെപ്പോഴും പറയാറുണ്ട്.
10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് കോൺഗ്രസിനും UDF-ലെ എല്ലാ കക്ഷികൾക്കും ഈ വിജയമുള്ളത്. ഒന്ന്, ഈ കാത്തിരിക്കുന്ന കാലഘട്ടത്തിൽ നടത്തേണ്ടി വരുന്ന പിടിച്ചുനിൽപ്പ്, ചെറുത്തുനിൽപ്പ് അതൊട്ടും ചെറുതല്ലായിരുന്നല്ലോ. കാരണം ആദ്യ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നു, രണ്ടാം തെരഞ്ഞെടുപ്പിൽ അതിനേക്കാൾ വലിയ പരാജയമുണ്ടാകുന്നു. ഈ കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കുക എന്നൊരു വലിയ വെല്ലുവിളി. അവിടെയാണ് ഈ RSP പോലുള്ള രാഷ്ട്രീയ കക്ഷിയുടെ പ്രസക്തി ഇപ്പോൾ വലുതാവുന്നത്. കാരണം കേരള രാഷ്ട്രീയത്തിൽ നിന്ന് തുടച്ചു മാറ്റപ്പെടും. MP സ്ഥാനം, പ്രേമചന്ദ്രൻ MP സ്ഥാനം ഒഴിച്ചാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടുത്ത തിരിച്ചടികളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. സംഘടനാ തലത്തിൽ വലിയ കൊഴിഞ്ഞുപോക്കുകൾ ഉണ്ടാകുന്നു, വലിയ തിരിച്ചടികൾ. അങ്ങനെ 2 തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ ഒരു പ്രാതിനിധ്യമില്ലാത്ത അവസ്ഥയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. നേരത്തെ UDF നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് ഇരുന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തല ഒറ്റയ്ക്ക് മാധ്യമങ്ങളെ കാണും. എന്താണ് രമേശ് ചെന്നിത്തല പറയാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. രമേശ് ചെന്നിത്തലയുടെ വിജയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. VD സതീശന്റെ ലീഡ് 11,376 ഉയർന്നിരിക്കുന്നു. പിണറായിയുടെ ലീഡ് 7,111 ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കിട്ടുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ UDF-ന് ഐതിഹാസികമായ ഒരു ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുന്നു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 102 സീറ്റുകളിലാണ് ഇപ്പോൾ UDF മുന്നേറ്റം തുടരുന്നത്. ഈ ഐതിഹാസികമായ വിജയം നൽകിയ കേരളത്തിലെ ജനങ്ങളോട് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിജയം ഒരു ചരിത്രപരമായ അനിവാര്യതയായിരുന്നു എന്നതാണ് തെളിയിക്കുന്നത്. കേരള ജനത കഴിഞ്ഞ 10 വർഷം അനുഭവിച്ച ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കണക്കിലെടുത്തുകൊണ്ട് നടത്തിയ ഒരു ജനവിധിയായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. ഈ ജനവിധി ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നു. ഈ ജനവിധിയെ ആദരവോടെയും ബഹുമാനത്തോടെയും ഞങ്ങൾ കാണുന്നു. വളരെ വിനയത്തോടെ ഈ വിധി നൽകിയ ജനങ്ങളോടുള്ള പ്രത്യേക നന്ദി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിലെ UDF പ്രവർത്തകന്മാർ, നേതാക്കന്മാരും ഒരു മനസ്സോടെ ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി പ്രവർത്തിച്ചിരുന്നു. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണ പരിപാടികൾ കോർഡിനേറ്റ് ചെയ്യുന്നതോടൊപ്പം കേരളത്തിലുടനീളം സഞ്ചരിച്ച് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം നടത്തിയ ഒരു വ്യക്തി എന്ന നിലയിൽ 100 സീറ്റ് കിട്ടും എന്ന് ആദ്യം മുതൽ ഞങ്ങൾ എല്ലാവരും വിലയിരുത്തിയതാണ്. 100 സീറ്റിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ പലരും അത് അംഗീകരിക്കാൻ തയ്യാറായിരുന്നില്ല. ഞങ്ങളുടെ അവകാശവാദത്തെ സ്ഥാനമൊഴിയുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് LDF-ന് അതുക്കും മേലെ കിട്ടുമെന്നാണ്. ഇപ്പോഴെന്തുണ്ടായി എന്നത് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ട കാര്യമാണ്. അപ്പൊ 10 വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണം, ഓരോ തെരഞ്ഞെടുപ്പിലും ഉണ്ടായ പരാജയം, അതൊന്നും ഗവൺമെന്റിന്റെ